ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, എല്ലാവർക്കും ഈശോയുടെ നാമത്തിൽ കൃപയും സമാധാനം ആശംസിക്കുന്നു. ഉണ്ണീശോയുടെ മുഖത്തെ ശാന്തത നിങ്ങളുടെ ഹൃദയത്തെ ഭരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ ജനന തിരുനാളിന് ഒരുക്കമായിട്ടുള്ള 7-ാം ദിനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. പരിശുദ്ധ കുർബാന അർപ്പണത്തോടും നോമ്പിന്റെ ചൈതന്യത്തോടും അതോടൊപ്പം ഹൃദയത്തിൽ നിരന്തരം മുഴങ്ങുന്ന സുഹൃത ജപത്തിന്റെയും അകമ്പടിയോടും കൂടെ നമ്മൾ ഈ 7-ാം ദിനത്തിന്റെ ദൈവവചന വിചിന്തനത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇന്ന് നമ്മൾ ധ്യാനിക്കുക വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യമാണ്. വചനം ഇങ്ങനെയാണ്: ദൂതൻ അവളുടെ അടുത്തു വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ദൂതൻ അവളുടെ അടുത്തു വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഗബ്രിയേൽ മാലാഖ പരിശുദ്ധ അമ്മയുടെ അടുത്ത് വന്ന് പറഞ്ഞ വാക്യമാണ്. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഈ വചനം കേട്ട്, ഈ പ്രയോഗം കേട്ട് ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, തീർച്ചയായിട്ടും പൈശാചിക കോട്ടകളെല്ലാം തന്നെ പ്രകമ്പനം കൊണ്ടിട്ടുണ്ട്. കാരണം ഇത് പിശാചിന്റെ തല തകർക്കുന്ന യുഗത്തിന്റെ ആരംഭമാണ്. ഈ പ്രയോഗം പിശാചിനെ വല്ലാതെ ഭയപ്പെടുത്തിയിട്ടുണ്ട്. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ നമുക്ക് നൽകിയ 1-ാം ലേഖനത്തിന്റെ 3-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുക: പിശാചിന്റെ പ്രവർത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. പിശാചിന്റെ പ്രവർത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. ദൈവപുത്രന്റെ പ്രത്യക്ഷപ്പെടലിൻ്റെതായിട്ടുള്ള ആമുഖ പ്രയോഗമാണ് ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. വിശുദ്ധ ഡൊമിനിക് തന്റെ ഇടവകയിലെ ദൈവജനം അകന്നു പോകുന്നതിനെ പ്രതിയുള്ള ദുഃഖത്താൽ പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധ അമ്മ ഡൊമിനിക്കിന് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ജപമാല ഒരു സമ്മാനമായി നൽകി. ജപമാല പ്രാർത്ഥന സ്വർഗം പരിശുദ്ധ അമ്മയിലൂടെ ഡൊമിനിക്കിന് നൽകുന്നു. അങ്ങനെ അത് നൽകിയപ്പോൾ പരിശുദ്ധ അമ്മ ഈ ജപമാല പ്രാർത്ഥനയെ, നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥനയെ ഇങ്ങനെയാണ് വിശേഷിപ്പിച്ചത്: പിശാചിനെ ഇടിച്ചു തകർക്കുന്ന കൂടം. പിശാചിനെ ഇടിച്ചു തകർക്കുന്ന കൂടം. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഈ പ്രാർത്ഥന, നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന, കൃപ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന നമ്മൾ ശ്രദ്ധയോടുകൂടി ഉരുവിടുമ്പോൾ പിശാചിനെ ചെറുത്തു നിൽക്കാൻ, പിശാചിനെ ഇടിച്ചു തകർക്കാൻ, പിശാചിന്റെ എല്ലാ പ്രലോഭനങ്ങളെയും അതിജീവിക്കാനുള്ള കെൽപ്പ്, കൃപ നാം പ്രാപിക്കുന്ന അതിസുന്ദരമായ പ്രാർത്ഥനയാണ്. അതിസുന്ദരമായ പ്രാർത്ഥന. അതുകൊണ്ട് ഇനിയുള്ള നിമിഷങ്ങളിൽ, ഇനിയുള്ള ദിവസങ്ങളിൽ ഈ പ്രാർത്ഥന ഈശോയുടെ മനുഷ്യാവതാരത്തിന്റെ തന്നെ ആമുഖ പ്രയോഗമാണ്, പിശാചിനെ ഭയപ്പെടുത്തുന്ന പ്രയോഗമാണ് എന്നുള്ള ബോധ്യത്തോടുകൂടെ ഉരുവിടാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തെ പ്രചോദിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. കുളിരാൽ വിറയ്ക്കുന്ന ഉണ്ണീശോയെ, അങ്ങേ ഞാൻ മുത്തുന്നു, അങ്ങേ ഞാൻ തഴുകുന്നു, അങ്ങ് എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ.